ഇക്കഴിഞ്ഞ ദിവസമാണ് വിവാഹിതയാകാൻ പോകുന്നു എന്ന സന്തോഷവാർത്ത ആര്യ പങ്കുവച്ചത്. സോഷ്യൽ മീഡിയ ഏറെ ആനന്ദിച്ച ഒരു വിവാഹ വാർത്ത തന്നെയായിരുന്നു. ആര്യയുടെ സുഹൃത്തുക്കളെപ്പോലെ ബന്ധുക്കളെപ്പോലെ സന്തോഷം ആരാധകർക്കും ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. ആര്യയ്ക്കും സിബിനും ഇത് പുതു തുടക്കമാണ്. രണ്ടാളുടെയും ആദ്യ വിവാഹം ഡിവോഴ്സ് ചെയ്തിരുന്നു. ഇപ്പോഴിതാ കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവാഹ രജിസ്ട്രേഷന്റെ ഭാഗമായി സമർപ്പിച്ച രേഖയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. രേഖകൾ പ്രകാരം ആര്യയ്ക്ക് 34 വയസ്സും സിബിന് 33 വയസ്സുമാണ് പ്രായം. ഇരുവരും ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്ന ആളെ ഇപ്പോൾ ജീവിതത്തിലേക്ക് പാർട്ട്ണറായി വരുന്ന സന്തോഷം ആര്യയും സിബിനും മറച്ചുവെച്ചില്ല. ഇരുവരും പങ്കുവച്ച പോസ്റ്റിൽ അത്രയും അവരുടെ സന്തോഷം നിറഞ്ഞു നിന്നു. ഇത്രയും കാലം തൻ്റെ ജീവിതത്തിലെടുത്ത തീരുമാനങ്ങളിൽ പലതും തെറ്റായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ ചോക്കി എൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നു. എന്നെ ഏറ്റവും മനസ്സിലാക്കിയ ആളാണ് എൻ്റെ ചോക്കി എന്നാണ് സിബിൻ കുറിച്ചത്. സിബിൻ ബിഗ് ബോസിൽ പോയപ്പോഴും വന്ന ശേഷവും ഒറ്റ പോസ്റ്റ്. അതായത് 1 വർഷത്തിന് മുമ്പെയാണ് സിബിനൊപ്പമുള്ള ഒരു പോസ്റ്റ് ആര്യ പങ്കുവച്ചത്. അല്ലാത്ത ഒരു പോസ്റ്റോ ചിത്രങ്ങളോ സിബിനൊപ്പം ആര്യ പങ്കിട്ടിരുന്നില്ല. അതാണ് ഒരു സൂചന പോലും ആരാധകർക്ക് ഉണ്ടാകാതെ പോയതും. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു വിവാദമുണ്ടായപ്പോൾ ആര്യ തൻ്റെ ഭാര്യ ആണെന്ന് സിബിൻ പറയുന്ന ഓഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ആര്യ ബാബു ജനിച്ചത്. അച്ഛൻ സതീഷ് ബാബു ആദ്യം ഗൾഫിലും പിന്നീട് ആശുപത്രിയിൽ അസിസ്റ്റന്റ് അക്കൗണ്ടന്റായും ജോലി ചെയ്തു. അമ്മ ഹൗസ് വൈഫാണ്. ഒരു സഹോദരിയും ഉണ്ട്. +1 +2 പഠിക്കുമ്പോൾ തന്നെ മിനിസ്ക്രീൻ ആങ്കറായി കരിയർ ആരംഭിച്ചു. കൈരളി ടിവിയിൽ റെയിൻബോ എന്ന ഷോ ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. പിന്നീട് 15ഓളം സീരിയലുകൾ അഭിനയിച്ചു. ഭാര്യ എന്ന സീരിയലിലെ വേഷമാണ് ഏറെ ശ്രദ്ധ നേടിയത്. പക്ഷേ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം നേടിക്കൊടുത്തത് ബഡായി ബംഗ്ലാവ് എന്ന ഷോ ആണ്. കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.